അപ്പൊ ഒരു കാര്യം നിയത്താക്കിയിട്ട് സൂറത്ത് യാസീൻ ഓതി ദുആ ചെയ്തിട്ട് അത് നടന്നിട്ടില്ല എങ്കിൽ ഒരിക്കലും ഖുർആനിനെ സംശയിക്കണ്ട, അള്ളാന്റെ ഹബീബിനെ സംശയിക്കണ്ട. അതിന്റെ പിന്നിൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ആ കാര്യം നടക്കാതിരിക്കലാണ് നിനക്ക് നല്ലത് എന്ന്. അത് ബിസിനസ് ആകാം, അത് വിവാഹ നിശ്ചയമാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നമ്മുടെ താല്പര്യത്തിനൊത്ത് ഏതെങ്കിലും ഒരു എക്സാം എഴുതി അതിന്റെ റിസൾട്ട് കാത്തിരിക്കുമ്പോൾ അതിന്റെ ഫലപ്രഖ്യാപനത്തിന്റെ ആ ഒരു അനുകൂലമായ ഒരു വാർത്ത കേൾക്കലാകാം. ഏതായിരുന്നാലും നിനക്ക് ആ സമയത്ത് അതിന്റെ വിപരീതമാണ് ഖൈർ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് അറിയുന്നത് കൊണ്ട് തന്നെ അല്ലാഹു തആല നിനക്കത് തന്നിട്ടില്ല. അല്ലാതെ സൂറത്ത് യാസീൻ തെറ്റായത് കൊണ്ടല്ല. നീ ഒരിക്കലും നിന്റെ പ്രവാചകൻ അവിശ്വസിക്കുകയും വേണ്ട. ഇത് നമ്മളോട് മഹത്തുക്കൾ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ഏതൊരു കാര്യം നമ്മൾ നിയ്യത്താക്കിയിട്ട് യാസീൻ ഓതിയാലും അത് ഖൈറാണെങ്കിലേ നടക്കുള്ളൂ, അല്ലെങ്കിൽ തള്ളിപ്പോകും. നമ്മൾ അങ്ങനെ തീരുമാനിക്കുക. 2 റക്അത്ത് ഇസ്തിഖാറത്തിന്റെ നിസ്കാരത്തിന്റെ ഫലമാണത്. പടച്ചവനെ, ഞാൻ ഇന്ന ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഇറങ്ങാൻ, ഒരുപാട് ലാഭകരമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ സൂറത്ത് യാസീൻ ഓതുകയാണ്. യാസീൻ ഏതൊരു കാര്യത്തിനു വേണ്ടിയാണ് ഓതുന്നത്, അത് അതിനു വേണ്ടിയുള്ളതാണെന്ന് നിന്റെ റസൂൽ എന്നെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഓതുന്നു. ഇത് എനിക്ക് നല്ലതാക്കി തരണം തമ്പുരാനെ. യാസീൻ ഓതി അവൻ ആ കാര്യത്തിലേക്ക് ഇറങ്ങി. അല്ലാഹു തആല ഖൈറാണെങ്കിൽ മാത്രമേ അത് നടത്തി തരുള്ളൂ. ഇപ്പോഴോ ഭാവിയിലോ അതിന്റെ പേരിൽ നീ അല്പമെങ്കിലും ഖേദിക്കുമെങ്കിൽ അല്ലാഹു നടത്തി തരില്ല. ഇപ്പൊ നിനക്ക് സങ്കടം തോന്നും, പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ത്രികാലജ്ഞാനിയായ ഭൂതവർത്തമാന ഭാവി അറിയുന്ന എല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന വല്ലാഹു ഖലഖകും വമാ തഅമലൂൻ, എന്നെയും അല്ലാഹുവാണ് പടച്ചത്, എന്റെ പ്രവർത്തനങ്ങളെയും അല്ലാഹുവാണ് പടച്ചത്. ആ ബലയിൽ പടച്ച തമ്പുരാൻ എല്ലാം അറിയുന്നവനായതുകൊണ്ട് തന്നെ നിനക്കൊരു സങ്കടവും വേണ്ട. ഖൈറല്ലാത്തത് കൊണ്ട് അല്ലാഹു നിന്നെ തെറ്റിച്ചു കളഞ്ഞതാണ്. അല്ലാതെ അതിൽ യാതൊരു ആശങ്കയും യാതൊരു വ്യസനവും ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല.